ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിലൂസ് കിച്ചൺ. ഇന്നൊരു അടിപൊളി ഗീ റൈസ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ 10 മിനിറ്റിനുള്ളിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാനിനി വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് 2 കപ്പ് ബിരിയാണി അരി, ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതുപോലെ ഞാൻ വറുത്ത് വെച്ചത് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ളതാണ്. നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള സവാള, ഒരു സവാള, കുറച്ച് ഗ്രാമ്പു, പട്ട, ഏലക്ക ഇതുപോലെ കുറച്ച് എടുത്ത് വെക്കുക. മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ അരമുറി ചെറുനാരങ്ങ, ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു വലിയ ടേബിൾ സ്പൂൺ, 4 കപ്പ് തിളപ്പിച്ച വെള്ളം, 4 ടേബിൾ സ്പൂൺ നെയ്യ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഗീ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഓൾറെഡി ഒരു ടേബിൾ സ്പൂൺ ഗീ അതിനകത്ത് ഒഴിച്ചിട്ടാണ് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ സവാളയും വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സെയിം പാനിനകത്തേക്കാണ് ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള ഗ്രാമ്പു, ഏലക്ക അതുപോലെ തന്നെ പട്ട ഇത് 3 ഒന്ന് വറുത്തെടുക്കണം, കരിഞ്ഞു പോരുത്. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഗീ റൈസ് കുറച്ചുകൂടി ഒരു കളർഫുൾ ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി അടുത്തതായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അരി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സീരക സംബാർ റൈസാണ്. ഞങ്ങളിവിടെ തമിഴ്നാട്ടിലായതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈമ റൈസോ കോല റൈസോ അല്ലെങ്കിൽ നമ്മുടെ ബസ്മതി റൈസോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല അരി നോക്കി എടുക്കണം, അല്ലെങ്കിൽ അത് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ വേവ് കുറവുള്ള അരിയൊന്നും എടുക്കരുത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ നെയ്ച്ചോറ് നന്നായിട്ട് ഇങ്ങനെ വിട്ട് കിട്ടും, കട്ട പിടിച്ച് കിടക്കൂല. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മുടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന 4 കപ്പ് വെള്ളം അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 കപ്പ് അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതേ മെഷറിംഗ് കപ്പിൽ നമ്മൾ 4 കപ്പ് വെള്ളം തിളപ്പിച്ച് വെക്കണം. അതാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു വലിയ ടേബിൾ സ്പൂൺ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം കുറച്ച് ഇട്ട് നോക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഉപ്പൊന്ന് നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ ആ വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒരു ഹൈലൈറ്റ് ചെയ്ത് വരണം. അതാണ് അതിൻ്റെ ഒരു പാകം. ഉപ്പിൻ്റെ ടേസ്റ്റ് ആദ്യം ഇട്ടതിൽ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ രണ്ടാമത് ഇട്ടപ്പോഴാണ് അത് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ നാരങ്ങ നീരാണ്. നാരങ്ങ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മളത് അടച്ചു വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നു നോക്കരുത്. ഒരു 8 മിനിറ്റിന് ശേഷം നമ്മൾ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്, എന്നാൽ തീരെ തുറന്ന് നോക്കാതിരിക്കരുത്. ഇടയ്ക്ക് ജസ്റ്റ് ഒരു പ്രാവശ്യമൊക്കെ നോക്കാം. നമ്മുടെ ആവി പുറത്തേക്ക് പോയിട്ട് അത് വേവാതെ പോകും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ചില റൈസ് ചിലപ്പം ഈ 4 കപ്പ് വെള്ളം ഒഴിച്ചാലും ചിലപ്പോൾ അന്നേരം ഒന്ന് കുക്കായി കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ആ ചൂട് തന്നെ അങ്ങനെ ഒന്ന് വെന്തോളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗീയൊക്കെ പാകമാണ്, കൂടുതലും അല്ല കുറവും അല്ല. അപ്പോൾ നല്ല കറക്റ്റായിട്ടാണുള്ളത്. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ബൗളിനകത്തേക്ക് കുറച്ച് ഗീ റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക, അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ചുകൂടി റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ സെയിം ഇതുപോലെ ഇങ്ങനെ സെറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം.
പിന്നെ ഒരു കാര്യം, നമ്മൾ വേവ് കൂടുതലുള്ള അരിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മളത് കുറച്ച് നേരം കുതിർത്ത് വെച്ചതിന് ശേഷം ആ വെള്ളത്തിൽ തന്നെ അത് കുക്ക് ചെയ്തെടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ 2 കപ്പ് റൈസ് എടുക്കുകയാണെങ്കിൽ ആ 4 കപ്പ് വെള്ളത്തിൽ അത് കുതിർത്ത് വെച്ചതിന് ശേഷം ആ സെയിം വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മളത് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ നല്ല അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നല്ലതായിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഗീ റൈസ് കുറച്ച് കഴിഞ്ഞാൽ ചൂട് തണിഞ്ഞു. അപ്പോൾ നമുക്ക് നല്ല ചൂടോടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ഒരിക്കലും പോയിട്ട് ഡയറക്റ്റായിട്ട് ചൂടാക്കരുത്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് ഷെയർ ചെയ്യുന്നത്. നമ്മളിത് ആവി കയറ്റി കൊടുക്കുകയാണ് വേണ്ടത്. ഒരു ഇഡ്ഡലി തട്ടിലോ വേറെ എന്തെങ്കിലും പാത്രത്തിലോ വെള്ളം വെച്ചിട്ട് നമ്മൾ ഗീ റൈസ് അതിൻ്റെ മുകളിൽ വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല ചൂടും ആ ഗീയും ഒക്കെ നന്നായിട്ട് കിട്ടും. ഒരിക്കലും ഡയറക്റ്റായിട്ട് നമുക്കിത് ചൂടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഗീ റൈസ് എന്ന് പറയുന്നത് ചിക്കൻ്റെ ഏത് കോമ്പിനേഷനോടൊപ്പം നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബട്ടർ ചിക്കൻ ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗീ റൈസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.